നല്ലതായിരുന്നു, നല്ല സിനിമയാണ്. പാരഞ്ജിത്തിൻ്റെ സിനിമയൊക്കെ ഞാൻ കാണാറുള്ളതാണ്. പാരഞ്ജിത്ത് എന്ന് പറയുമ്പോൾ പാരഞ്ജിത്തിൻ്റെ അവിടെ ചെന്നൈ ഞാൻ പോയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് അവരുടെ പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്ന ആളാണ്. ഒരു ബുദ്ധിസം, കാസ്റ്റ്, ഒപ്രഷൻ, ആ ഒരു പ്ലോട്ടിലുള്ള ആ ഒരു ത്രെഡിലുള്ള സിനിമ മെഗാ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള വിക്രമിനെയും അതുപോലെ തന്നെ പാർവതിനെയും ഒക്കെ വെച്ച് ചെയ്യുമ്പം അത് കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തും. ഇന്നത്തെ വർത്തമാനകാല ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പൊളിറ്റിക്സ് ഒപ്രസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനത്തെ സിനിമകൾ ഇത്ര വലിയ സ്റ്റാറുകളെ വെച്ച് ചെയ്യുമ്പോൾ അത് കൂടുതൽ ഓഡിയൻസിലേക്കും കൂടുതൽ ലാംഗ്വേജിലേക്കും പോകാൻ ചാൻസ് ഉണ്ട്. അത് നല്ലൊരു പ്രവണതയാണ്. ഇത് ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇറങ്ങിയത് ഒരു നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നു. എങ്ങനെയുണ്ട് മേക്കിങ്ങും പെർഫോമൻസും ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? മേക്കിംഗ് ഇന്റർനാഷണൽ ലെവലിൽ മേക്കിംഗ് ആണ്, നല്ല മേക്കിംഗ് ആണ്. അതുപോലെ നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിൻ്റെ OTT പ്ലാറ്റ്ഫോം സ്ട്രീമിംഗ് പാർട്ണർ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി അറിയാമല്ലോ എന്തായിരിക്കുന്നത്. നല്ല ഭയങ്കരമായിട്ടുള്ളൊരു മേക്കിംഗ് ആണ്. ഒരു ഫിക്ഷനും ഒരു റിയാലിറ്റിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ്. നല്ലതാണ്, നല്ല രസമുണ്ട് അതിൻ്റെ ഡയലോഗും അതുപോലെ തന്നെ എല്ലാവരുടെ ആക്ടിങ്ങും പാർവതിയുടെ അഭിനയം അതുപോലെ തന്നെ എല്ലാം വളരെ നല്ലതാണ്. കൊറിയോഗ്രാഫി, സാൻഡി മാസ്റ്റർ എല്ലാം നല്ലതാണ്. സത്യമായിട്ട് അവൻ ആറാട്ടല്ലേ, ഞാനല്ലേ പടം കൊള്ളാം കേട്ടോ, വേറെ ലെവല് എന്ന് പറയാൻ പറ്റത്തില്ല. നല്ല കൊള്ളാം കേട്ടോ, വെയില സോറി അല്ല, നല്ല കൊള്ളാം. എങ്ങനെയുണ്ട് വിക്രം? എങ്ങനെയുണ്ട് വിക്രം? മാസ് വേറെ ലെവലുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? വലിയ രസമില്ലായിരുന്നു ബ്രോ. എനിക്ക് സ്റ്റോറിയാണോ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പെർഫോമൻസ് എങ്ങനെയുണ്ട് വിക്രത്തിന്റെ? അത് കൊള്ളാം, അതെല്ലാം കൊള്ളാം. എല്ലാവരും ഇൻഡിവിജ്വലി നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹാസ് എ ഹോൾ സ്റ്റോറി ഭയങ്കര ലാഗ് അടിക്കുന്ന പോലെ തോന്നി. സ്റ്റോറി ലാഗ് ആയതാണോ തോന്നിയത്? സ്റ്റോറി ഡീപ്പ് സ്റ്റോറി ആയിരിക്കും, ഉള്ളിൽ കാണും. പക്ഷെ നമുക്ക് ഇരുന്ന് കാണുമ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്തെന്ന് കാണാനുള്ള ഒരു ഇതുണ്ടല്ലോ, അത് തോന്നിയില്ല. ഭയങ്കരമായിട്ട് ലാഗ് അടിക്കുന്ന പോലെ തോന്നി. അല്ലാതെ ഇൻഡിവിജ്വലി പാർവതിയും വിക്രമും ഒക്കെ ഭയങ്കര പൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആണ്. ഗോൾഡ് മൈനിങ് ആയിട്ട് ബന്ധപ്പെട്ടാണ്ട് കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക. എങ്ങനെയുണ്ട് ചെയ്യാൻ്റെ പെർഫോമൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. CG വർക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ട്രെയിലർ കണ്ടപ്പോൾ CG വർക്ക് കൊള്ളാം. ഒരു ലെപ്പൻ്റെ സീനൊക്കെ ഉണ്ട്, എല്ലാം നല്ല അടിപൊളിയാണ്. സ്റ്റോറി എങ്ങനെയുണ്ട്? ഒരുപാട് പേര് ലാഗ് പറഞ്ഞിരുന്നു. ഇപ്പോൾ സ്റ്റോറി ഇല്ല, ലാഗ് ഫീൽ ചെയ്യില്ല. കാര്യം ഇത് ആ ഒരു ടൈപ്പ് ഒരു സ്റ്റോറിയാണ്. നമ്മളത് പിടിച്ചിരുത്തും, കുറച്ച് ത്രില്ലിംഗ് ആണ്, അങ്ങനെ ഒരു സംഭവമാണ്. Movie is really good. Vikram is always a good actor. He's done his best. അഡ്വഞ്ചറസ് ആണ്, പിന്നെ ഫാൻറ്റസി, ഡ്രാമ അതെല്ലാം ഉണ്ട്. പിന്നെ കാസ്റ്റിംഗ് ആയാലും അവിടുത്തെ ഡ്രസ്സിങ്, കോസ്റ്റ്യൂംസ് ഒക്കെ ആണെങ്കിലും നല്ല രസമുണ്ട്. നമുക്ക് ആ ഒരു എന്താ പറയാൻ, ഒരു ആദിവാസി പോലത്തെ ഒരു സെറ്റപ്പ് നമുക്കത് ഫീൽ ചെയ്യാം. അബ്സല്യൂട്ട്ലി മാഗ്നിഫിസന്റ്. മേക്കിംഗ് എല്ലാം കൊണ്ടും ഒരു പാരഞ്ജിത്ത് സിനിമയാണ്. പെർഫോമൻസ് ഓൾറെഡി എല്ലാവരും ടോപ്പ് നോച്ച് പെർഫോമേഴ്സ് ആണ്. വിക്രം ആയാലും മാളവിക ആയാലും എല്ലാം കൊണ്ടും ഒരു വെരി ഗുഡ് വെൽ മെയ്ഡ് ഫിലിം. കൊള്ളായിരുന്നു, ആക്ടിങ് ആയിരുന്നു. ഒരു നാഷണൽ അവാർഡ് കിട്ടാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ പാർവതിയും സൂപ്പറായിട്ട് അഭിനയിച്ചു. ലാഗ് ഉണ്ടായിരുന്നു, പക്ഷെ BG ഒക്കെ സൂപ്പറായിരുന്നു. വിക്രം നന്നായിട്ട് ആക്ട് ചെയ്തായിരുന്നു. പാർവതി ഉണ്ടായിരുന്നു? പാർവതി കൊള്ളായിരുന്നു, മാളവികയും കൊള്ളായിരുന്നു, സൂപ്പർ ഇതായിട്ട് കൊള്ളായിരുന്നു. സെറ്റ് പടമായിരുന്നു. എന്താണ് എടുത്തു പറയാനായിട്ട് വിക്രമിന്റെ അഭിനയം തന്നെയാണ്. അഭിനയം വേറെ ലെവല്. ക്ലൈമാക്സ് മാത്രം ചെറിയൊരു ലാഗ്, ഒരു പ്രതീക്ഷിച്ചതിന്റെ അത്ര കിട്ടിയില്ല. പക്ഷെ എന്നാലും സ്ലോ പേസ് ആണോ? പടം സ്ലോയിൽ പോകുന്നുണ്ടോ? അങ്ങനെ അല്ല, വലിയ ലാഗില്ല, എന്നാലും സെറ്റാണ്, കൊള്ളാം. നല്ല പടമാണ്, നൈസ് സാധനം. അതായത് തുടങ്ങുന്ന മൊമെന്റ് തൊട്ട് അവസാനം വരെയും നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. എടുത്ത് പറയേണ്ട ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗും ആക്ടേഴ്സിന്റെ പെർഫോമൻസും. ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ നല്ല ടോപ്പ് ക്വാളിറ്റി സാധനമോ, നല്ല മേക്കിംഗ് ലെവലാണ്. പിന്നെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിക്രം ആസ് യൂഷ്വൽ അതിഗംഭീരം. പിന്നെ പുള്ളിയുടെ കൂടെ എന്താ പറയുക, ബാക്കി സപ്പോർട്ടിങ് ആക്ടേഴ്സ് എല്ലാം കൊള്ളാം. പിന്നെ മാളവിക മോഹൻ ഒരു പീക്ക് ലെവൽ പെർഫോമൻസ് ആണ്. നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, വിക്രത്തിന്റെ പെർഫോമൻസ് കഴിഞ്ഞാൽ പിന്നെ നോട്ടീസ് ചെയ്യുന്ന പെർഫോമൻസ് മാളവികയുടെ ആയിരിക്കും. ഒരു പീക്ക് ലെവൽ പെർഫോമൻസ് ആണ്. ഗംഭീരമാണ്. വിക്രമിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. എങ്ങനെയുണ്ട്? ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയുണ്ട്? പാർവതിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും കൊള്ളാം, ഭയങ്കര ഡീപ്പ് പടമാണ്. സ്റ്റോറിയൊക്കെ എങ്ങനെയുണ്ട്? ഒരുപാട് പറഞ്ഞിട്ട് പോയി. അപ്പം എനിക്കങ്ങനെ തോന്നിയില്ല. എനിക്ക് ഭയങ്കര ഹാർഡ് കോർ പടമായിട്ട് തോന്നി. എങ്ങനെയുണ്ട്? CG വർക്കും ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം സൂപ്പറാണ്.